ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എങ്ങനെ പറയണമെന്നറിയില്ല. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ ബാലാമണി. അത് ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാ. കുറച്ച് പണം തന്ന് സഹായിക്കാൻ പറ്റും. ഇതാണോ ഇത്രക്ക് വലിയ കാര്യം? ബാലാമണി പറഞ്ഞത് കേട്ടപ്പോ മിനിമം ഒരു കിഡ്നിയിൽ ചോദിക്കുമെന്ന് കരുതി. പറയൂ ബാലാമണി, എത്ര കിഡ്നി വേണം? അല്ല, എത്ര മണി വേണം? അല്ല സോറി, എത്ര രൂപ വേണം? അത് ഒരു 10,000 25,000 രൂപ. വെറും 25,000 രൂപയോ? എത്ര നിസാരമായ തുക! ഒരു മാസത്തെ എന്റെ ഇന്റർനെറ്റ് വാടക പോലും ഇതിലും വലുതാ. ആട്ടെ, പണവുമായി ഞാൻ വീട്ടിലേക്ക് വരട്ടെ? അയ്യോ, അത് വേണ്ട. അവനെ എവിടെ വരാൻ പറയാം? നെഹ്റു പാർക്കിൽ 5-ാം നമ്പർ. നാളെ 5 മണിക്ക് നെഹ്റു പാർക്കിന്റെ 5-ാം നമ്പർ ബെഞ്ചിലിരുന്നാ മതി. എന്റെ മുത്തശ്ശൻ വന്ന് വാങ്ങിക്കോളും. അയ്യോ മുത്തച്ഛനാ, എന്തിനാ ബാലാമണി വെറുതെ കിളവപ്പാര ബുദ്ധിമുട്ടിക്കണത്? സാരല്ല, ബാലാമണി നേരിട്ട് വരും. സമയമാകുമ്പോ ഞാൻ തനിയെ വന്നോളാം. എന്നായാലും ഞാൻ പപ്പേട്ടന്റെ അല്ലേ. തൽക്കാലം ഇവിടുന്ന് മുത്തശ്ശൻ വരും. ഞങ്ങളുടെ തറവാട്ടിൽ മുത്തശ്ശൻ അവസാന വാക്ക്. മുത്തശ്ശനെ ഇംപ്രസ് ചെയ്താൽ എല്ലാം നടക്കും. ആണോ? ആ കാര്യം ഞാൻ ഏറ്റു. മുത്തച്ഛനെങ്കിൽ മുത്തച്ഛൻ അടിച്ചു കുപ്പിലാക്കി കളയാം. ആട്ടെ, എന്താ മുത്തച്ഛന്റെ പേര്? പേര് കോമക്കുറുപ്പ്. കോപ്പിലക്കുറുപ്പല്ല, കോമക്കുറുപ്പ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഈ പെരട്ടക്കിടവനെ കാണുന്നില്ല ഈശ്വര. ഹലോ മിസ്റ്റർ പെരേര. പെരേര? പേരെന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. പപ്പൻ. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, പറഞ്ഞ പണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ദേവുവ, വേണമെങ്കിൽ എണ്ണി നോക്കാം. വേണ്ട, തന്ന കാശ് എണ്ണി നോക്കുന്ന പാരമ്പര്യം ഞങ്ങൾ കുറിപ്പ് മറക്കില്ല. കാരണം ഞങ്ങൾക്ക് എന്നെ അറിയില്ല. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. അല്ല, ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം. മിസ്റ്റർ പപ്പൻ, ഭൂമി വർഷങ്ങളായിട്ട് യാതൊരു ആവശ്യമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും. അതെ അതെ അതെ. പക്ഷേ ഈ കോമക്കുറുപ്പ് എന്നുള്ള പേര് കേട്ടപ്പോ ഒരു കൺട്രി മുത്തച്ഛനായിരിക്കും ഞാൻ കരുതിയത്. അതുകൊണ്ട് കുറച്ച് മുറുക്കാനും പുകലും ഞാൻ വാങ്ങിച്ചു പോയി. ഒന്ന് വേസ്റ്റ് ആക്കണ്ട, എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ആഹാരമായിട്ട് കൊടുക്കാം. ആദ്യം വൈകാതെ തന്നെ ഈ പണം ഞാൻ തിരികെ കടം ചോദിക്കുന്നുണ്ട്. പോകാൻ വരട്ടെ മുത്തച്ഛ, ഒരു മിനിറ്റ്. ചോദിക്കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. മുത്തച്ഛന്റെ കൊച്ചുമോള് ബാലാമണി എങ്ങനെ ഇരിക്കുക? എല്ലാരും പോലെ തന്നെ ആസനം കുത്തിയിരിക്കും. അതല്ല, കാണാൻ എങ്ങനെ ഇരിക്കുന്ന? ഒരു സൗന്ദര്യധാമമാണവൻ. ഐശ്വര്യയുടെ മുഖം, കാവ്യമാധവന്റെ കണ്ണുകൾ, നമ്മുടെ നമിതയില്ലേ അവളുടെ ബാഡി, ലതാ മങ്കേഷ്കറുടെ ശബ്ദം, അതാണ് എന്റെ പൗത്രി ബാലാമണി. അപ്പൊ മൊത്തത്തിലൊരു ക്രോസിനാണല്ലേ? അല്ല, വിക്സ. വെൽഡൺ മൈ ബോയ്, നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്. വീണ്ടും വീണ്ടും വലിയ തുകൽ കടമായി ചോദിച്ചേ താങ്കളെ ഞാൻ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഗുഡ് ബൈ, ഹാൻഡ് ടേക്ക് കെയർ. ഐശ്വര്യറായിയുടെ മുഖം, കാവ്യമാധവന്റെ കണ്ണുകൾ, നമിതയുടെ ബോഡി, ലതാ മങ്കേഷ്കറുടെ ശബ്ദം. എന്റെ പ്രീപെയ്ഡ് സുന്ദരി ഉമ്മ. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? എന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുള്ളൂ. എന്ത് കാര്യം? അത് പിന്നെ ഈ ഓപ്പറേഷൻ തീരുമാനിച്ച പിന്നെ ഇവൻ ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ല, കുണ്ടിതനാണ്. ഗൗരിയുടെ ശബ്ദം തിരിച്ചു കിട്ടുമോ? സമയം നല്ലതാണോ? എന്തെങ്കിലും തടസ്സമുണ്ടോ? അഥവാ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ വഴിപാടുകൾ വല്ലതും നടത്തണോ? അത്രക്ക് അങ്ങോട്ട് കൊതിച്ചിരിക്കണേ ഏട്ടാ എന്നൊരു വിളി കേൾക്കാൻ. ഓവറാക്കണ്ട. ലോകത്തിലെ നമ്പർ 1 ഫോണോ സർജനാണ് ആ ഡോക്ടർ എന്ന് ഹരി പറഞ്ഞല്ലോ. ഓപ്പറേഷൻ ഭംഗിയായി നടക്കും. ഓ, അതിനിപ്പോ ജ്യോത്സ്യം കവട നിരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. ജ്യോത്സ്യം ശാസ്ത്രമാണ്, അതിൽ തർക്കമില്ല. അതിന്റെ ഉപാസകരിൽ ചിലർ കള്ളനാണയങ്ങൾ കാണുമായിരിക്കും. പക്ഷേ രഘുരാമ ജ്യോത്സ്യൻ അങ്ങനെയല്ല, ദൈവജ്ഞനാണ്. ആ പ്രവചനങ്ങൾ പിഴക്കില്ല. ഇവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായ സ്ഥിതിക്ക് നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം. രണ്ടാം ഭാവത്തിൽ വ്യാഴം, 7-ൽ ശുക്രൻ, 11-ൽ കേതു, കർമ്മസ്ഥാനത്ത് ചന്ദ്രൻ. ശുഭകാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം കാണുന്നുണ്ടല്ലോ.
മനസ്സിലായില്ല. കർമാധിപനെ വ്യാഴം മറയ്ക്കുന്നു. വ്യാഴം ഒരു വഴിമുടക്കിയ ഏത് കർമ്മമായാലും ഫലപ്രാപ്തിക്ക് തടസ്സം നിൽക്കും. പുതിയ സംരംഭങ്ങൾ, യാത്രകൾ, ചികിത്സകൾ, ഗൃഹപ്രവേശം, വിവാഹം, മറ്റു ശുഭകാര്യങ്ങൾ എല്ലാം ഒഴിവാക്കുകയാണ് നല്ലത്. ചികിത്സിച്ചാൽ ഫലം കിട്ടുമെന്ന് നിശ്ചയം. എന്നാൽ ഇപ്പോൾ ചികിത്സിക്കുന്നത് ഹിതകരമല്ല. ഇപ്പൊ ഓപ്പറേഷന് പറഞ്ഞേക്കേണ്ടെന്നാണോ ജോത്സ്യർ പറയുന്നത്? അതെ, വ്യാഴത്തിന്റെ സ്ഥാനം ഒന്ന് മാറിക്കോട്ടെ. 3 വർഷവും 7 മാസവും കഴിയണം. അത് കഴിഞ്ഞും ആവാമല്ലോ ഓപ്പറേഷൻ. കാത്തിരിക്കാം. എന്താ? അല്ലാതെ എന്താ ചെയ്യുക? ഒരു മിനിറ്റ് ജോത്സരെ, അവിവേകാണെങ്കിൽ പൊറുക്കണം. 7-ാം ഭാവത്ത് ശുക്രൻ നിൽക്കുമ്പോ കർമാധിപനെ വ്യാഴം എങ്ങനെയാണ് മറിക്കുന്നതെന്ന്? എങ്ങനെ? ഈ 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ 6-ാം ഭാവത്തിലും വ്യാഴത്തിന്റെ ദൃഷ്ടി വരും. രോഗാരിഷ്ടതകൾ കഠിനമല്ലെന്നും ചികിത്സിച്ചാൽ ഫലം സിദ്ധിക്കുമെന്നും ശാസ്ത്രം. അങ്ങനെയല്ലേ ജോത്സരെ? രഘുരാമ ജോത്സ്യർ ചോദ്യം ചെയ്യുന്നു. ജോത്സ്യർ ആരാന്നാ വിചാരം? ജ്യോതിശാസ്ത്രം അരച്ച് കലക്കി കുടിച്ച മഹാൻ. ജ്യോത്സ്യത്തിൽ ഹരി അത്ര നിസ്സാരക്കാരനല്ല. അവന്റെ ചോദ്യത്തിന് ഉത്തരം പറ ജോത്സ്യരാദ്യം. പിഴവ് മനുഷ്യ സഹജമാണല്ലോ. തെറ്റ് സംഭവിച്ചത് എനിക്ക് തന്നെയാ. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ ഞാൻ പരിഗണിച്ചില്ല. എന്ത് തടസ്സം വന്നാലും അതെല്ലാം മാറിക്കിട്ടും. ഉണ്ണികൃഷ്ണന്റെ ജാതകവശാൽ കർമ്മസ്ഥാനത്തും ശുക്രനാ. ഭാര്യയ്ക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ യോഗം കാണുന്നു. ഗൗരിയുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ പോകുന്നത് തന്നെ തന്റെ ഭർത്താവിന്റെ ഈ പുണ്യജാതക യോഗം കൊണ്ടാ. നമുക്ക് ഉണ്ണികൃഷ്ണനോട് നന്ദി പറയാം. ഓപ്പറേഷൻ യഥാവിധി നടക്കട്ടെ. നന്ദിയുണ്ട് ഈ പുണ്യജാതകത്തിന്. താങ്ക്സ്. കോലമാടൻ. നിന്റെ ജാതകത്തിൽ 1-2 കിലോ പുണ്യം കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. വിഷമിക്കണ്ടടാ, അനുഭവിച്ചോ. എടോ കള്ള ജോത്സ്യരെ, കാശ് വാങ്ങി വെട്ടി വീങ്ങിട്ട് കാല് വാരില്ലടോ. കാശ് വാങ്ങിയാനുള്ള നന്ദി ഞാൻ ചെയ്തിട്ടുണ്ട്. ഭാര്യയ്ക്ക് സുഹൃതം ലഭിക്കാൻ പോണത് ഭർത്താവിന്റെ ജാതകവശാലാണെന്ന് പ്രവചിച്ചല്ലോ. ആ ഫലത്തിൽ കേമനായതാരാ? ഉണ്ണീഷ്ണൻ. എടോ യാത്ര മുടക്കാണല്ലോ തനിക്ക് കാശ് തന്നത്. ഒരു കുടുംബം തകരണ്ടെന്ന് കരുതിയാ ഞാൻ ഈ കള്ളപ്പണിക്ക് കൂട്ടുന്നത്. വലിയൊരു സത്യത്തേക്കാൾ ചില സന്ദർഭങ്ങളിൽ ചെറിയൊരു കള്ളം ഗുണം ചെയ്യുന്ന ഗീത പറയുന്നുണ്ട്. ഏത് ഗീത? ആഹാ, കണ്ണീ കണ്ട അവളുമാര് പറഞ്ഞു കേട്ടാണല്ലേ താൻ വാക്കുമാറ്റി പറഞ്ഞല്ലേ? തന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ പയ്യൻ ജ്യോതിശാസ്ത്രത്തിൽ കേമനാ. കൂടുതലും ആയങ്കലാർത്ഥം നിന്ന് എന്റെ പണി പോകും. എന്റെ പണി പോയ എന്റെ ഭാര്യയും കുട്ടികളെ താൻ നോക്കോ? കുട്ടികളൊന്നും ഞാൻ നോക്കില്ല, വേണേ ഭാര്യ നോക്കാം. ഒരു നന്മയാന്ന് വെച്ചപ്പോ ഹാട്ടണ. എന്തു ലോകം. ഒരു വഴിയുണ്ട്. ഏത് ഭാര്യയാണെങ്കിലും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോലെ യാത്ര റദ്ദാക്കും. ഭർത്താവിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കണം. അതൊരു കടന്ന കൈയല്ലേ പപ്പ? അവളെ നഷ്ടപ്പെടുക എന്ന അത്യാഹിതത്തെക്കാൾ വലുതല്ലല്ലോ ഈ അത്യാഹിതം. ഈ അത്യാഹിതം എന്നൊക്കെ പറയുമ്പോ ഏത് റേഞ്ച് വരെ വരാം? അതൊക്കെ ഭാര്യമാരുടെ മനക്കെട്ടി പോലെ ഇരിക്കും. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ചില ഭാര്യമാർക്ക് കയ്യും കാലും ഒടിഞ്ഞ് ക്ലോക്കിന്റെ പെൻഡിലും പോലെ തൂങ്ങിക്കിടക്കുന്നതായിരിക്കും ഇഷ്ടം. മറ്റു ചില വർഗത്തിൽപ്പെട്ട ഭാര്യമാർക്ക് അരക്കെട്ടിന് താഴെ തളർന്നു കിടക്കുന്നതായിരിക്കും ഇഷ്ടം. ഏത്? മറ്റു ചിലർക്ക് കണ്ണ് നഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടം. ഹലോ, അവിടെ നിന്നേ. നോക്കൂ, എങ്ങനെയുണ്ട്? കാവ്യമാധവന്റെ കണ്ണ്, ഐശ്വര്യറായിയുടെ മുഖം, നമിതയുടെ ബോഡി. നിനക്ക് ഭ്രാന്താടേ? പോടാ അവിടുന്ന്. ഇതാരാണെന്ന് അറിയാമോ? ഇല്ല. എന്റെ ബാലാമണി. ടെലിഫോൺ പൂവാരാന്ന് വിളിച്ച് നിന്നെ കളിയാക്കാറില്ലേ? അതേ ടെലിഫോൺ എന്ന് കണ്ടുപിടിച്ച പെണ്ണാടാ ഇവൾ. ജീവിതം മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. ജീവിതം തീരാനും. നിനക്കറിയോ, ദിവസം 100 വട്ടമെങ്കിലും ഇവളെന്നെ വിളിക്കും. ഇപ്പൊ തന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഞാനൊന്ന് വിളിച്ചില്ലെങ്കിൽ, എന്റെ ഈ സ്വരമൊന്ന് കേട്ടില്ലെങ്കിൽ അവൾ ഉണ്ണില്ല, ഉറങ്ങില്ല. ചിലർക്ക് അങ്ങനെ വൃത്തികെട്ട എന്തെങ്കിലും കേട്ടാലേ ഉറക്കം വരൂ. അങ്ങനെയാണെങ്കിൽ നിന്റെ ശബ്ദം കേട്ടാ പോരെ? നിനക്കൊക്കെ അസൂയടാ, അസൂയ. നിനക്കവളുടെ സ്വരം കേൾക്കണോ? ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ശബ്ദമാണെന്ന് അറിഞ്ഞു എന്തോ.
പിന്നീടാവട്ടെ, ഇപ്പൊ സമയമില്ല. നിൽക്ക്, കേട്ടിട്ട് പോയാ മതി. പിടിച്ചു കേട്ടാ. ഇത് ലതാ മങ്കേഷ്കറുടെ ശബ്ദമല്ലേ? ഇത് തന്നെയാണ് എന്റെ ബാലാമണിയുടെയും മധുരമായ ശബ്ദം. ലതാ മങ്കേഷ്കർ വരെ തോറ്റുപോകും. ലതാ മങ്കേഷ്കർ അല്ല, മങ്ക മഹേഷ് വരെ തോറ്റുപോകും. ദാ, അസൂയ പാടില്ലടാ. നിന്നെ പോലത്തെ കാ, കാ എന്നുള്ള പട്ടിയുടെ ശബ്ദമല്ലടാ ഇത്. കേട്ടാ? പട്ടിയുടെ ശബ്ദം പോലും തിരിച്ചറിയില്ല പാട്ടി. എന്താ